എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി പാചകമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ പാചകങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പിന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുത്താൽ നമ്മളിടുന്ന കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സാധനം എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ ഗ്രോ ബാഗിൽ നിൽക്കുന്ന ചേനയ്ക്ക് 3 തണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 തണ്ട് എന്തായാലും എടുത്തേക്കാമെന്ന് വിചാരിച്ച്. കർക്കിടക മാസത്തിൽ ചേനയിലയൊക്കെ തോരൻ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഞാൻ എടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞു കഴിഞ്ഞ് തോരനൊക്കെ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ചേനത്തണ്ടും ചേനയിലും കൂടെ ഞാനിതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തണ്ടിൻ്റെ പുറന്തൊലി നമ്മൾ ചീകി കളഞ്ഞിട്ടാണിത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തോരന് ചതയ്ക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങയുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടിയുണ്ട്, ഒരല്പം നല്ല ജീരകം എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകുണ്ട്. ഇത്രയൊന്ന് ചതച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരു ചെറിയുള്ളി അരിഞ്ഞതും ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയുള്ളി അരിഞ്ഞതും ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ചേനത്തണ്ടും ചേനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ചേനത്തണ്ടും ചേനയിലയും ചേർത്ത് ഒരു ലേശം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വേകും. അടപ്പ് മാറ്റിയിട്ട് നമുക്ക് തേങ്ങ ചതച്ചതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് തേങ്ങ ചതച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം ഉപ്പുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അരപ്പിന് വേണ്ട ഉപ്പുകൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറ്റിയെടുക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും. പെട്ടെന്നാകും ഈ തോരൻ. ഇതിൻ്റെ അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി ഇളക്കി ചേർക്കാം. ഇനി അടച്ച് വെക്കേണ്ട. ഒരുപാട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീണത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചേനത്തണ്ടും ചേനയിലയും കൂടെയുള്ള തോരൻ റെഡിയാകും. ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് മുറിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന, പക്ഷേ ഒരുപാട് ചേനത്തണ്ട് ഒരു ചേനയ്ക്ക് മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുന്നത് തന്നെയാണല്ലോ. എന്നാലേ ചേന അത്യാവശ്യം വലുതായി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ളൊരു തണ്ട് നിർത്തിയിട്ട് ബാക്കി 2 എണ്ണം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരെണ്ണം എടുത്തു. അടുത്തൊരു ദിവസം എടുക്കാം. അപ്പോൾ ഇനി പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. സൂപ്പർ ടേസ്റ്റുള്ള ചേനത്തണ്ടും ചേനയിലയും കൂടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് ചെറുപയർ കൂടെ ചേർത്താൽ വേറൊരു ടേസ്റ്റായിട്ട് കിട്ടും. നമ്മുടെ ചീരയിലെ കഴിഞ്ഞ ടേസ്റ്റ് എനിക്ക് ചേനത്തണ്ടിന് തോന്നുന്നുണ്ട്. ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തോരനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.